ശരീരം വിട്ടുപോയത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ആ മാതാജിയുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ ആത്മാവിന് വേണ്ടിയിട്ടും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അതിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ പാനികട്ടിക്ക് ഞാൻ വേറൊന്നും കൊണ്ടും പറയല്ല, ഒരു മുസ്ലിം ഭക്തൻ ഞങ്ങളെ വളരെയധികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാലിക്കറ്റിലുള്ള സക്കീർ ഹുസൈൻ. ഒരു നിമിഷമാണ് ഇപ്പം നമ്മളെ ഡോക്ടർ പോകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രഭു പറഞ്ഞപ്പോൾ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. എന്ത് സഹായം? അതുകൊണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് ഈ പാനികട്ടിക്ക് ആ സക്കീർ ഹുസൈനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നീടുള്ളൊരു സ്പോൺസർഷിപ്പാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നവാമൂന്ത ദേവസ്വമാണ് ഞങ്ങൾക്ക് തരാറുള്ളത്. പിന്നെ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ പാനികട്ടി മഹോത്സവം ഇവിടെ നടത്താൻ നവാമൂന്തൻ്റെ കൃപാകടാക്ഷവും അതുപോലെ ഗൗരനിത്യായുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭക്തജനങ്ങളായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതുപോലെ നമുക്ക് എപ്പോഴും പഠിപ്പിച്ച് ഈ പാനികട്ടി മഹോത്സവം ഞാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സോളിനീസ് ഭക്തി വിനോദ സ്വാമി മഹാരാജ് എല്ലാം കൊണ്ടും ഒരു നടത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നെപ്പോലുള്ള ഈ ജീവാത്മാക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള ഭാഗ്യം. അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും നന്ദി, സ്വാഗതം. നിങ്ങളെല്ലാവരും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹരിനാമ കീർത്തനവും അതുപോലെ പുഷ്പാർച്ചന, അഭിഷേകം, ആറാട്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തിലുള്ള ഭക്തജനങ്ങളും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ ശ്രവിക്കാൻ പോകുന്നത് സംപൂജ്യ ഭക്തി വിനോദ സ്വാമി മഹാരാജിൽ നിന്നാണ്. ഭക്തി വിനോദ സ്വാമി മഹാരാജ് കേ. ഭക്തി വിനോദ സ്വാമി മഹാരാജിനെ പരിചയപ്പെടുത്തുക എന്നത് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. പരിചയമില്ലാത്തവർക്കായിട്ട് പറയുന്നു. സംപൂജ്യ ഭക്തി വിനോദ സ്വാമി മഹാരാജ് 40-ൽ പരം വർഷങ്ങളായിട്ട് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഒരു വളരെ വരിഷ്ഠനായ വൈഷ്ണവ സന്യാസിവര്യനാണ് അദ്ദേഹം. സംപൂജ്യ ജയപതാക സ്വാമി മഹാരാജ് അവരുടെ ശിഷ്യനാണ്. കേരളം അതുപോലെ തന്നെ കോയമ്പത്തൂർ, വടക്കേ തമിഴ്നാട് എന്നീ പ്രദേശങ്ങൾ ഇസ്കോൺ GBC സോണൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരുന്നു. പ്രധാനമായിട്ടും കേരളത്തിലുള്ള ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും വഴികാട്ടിയായി, മാർഗദർശിയായി മഹാരാജ് വളരെ വർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിച്ചു വരികയാണ്. മഹാരാജൻ്റെ തിരുമുഖത്തിൽ നിന്നും ശ്രവിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിരിക്കുന്നു. ഇത് നമ്മളുടെ സൗഭാഗ്യമാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനാതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥനവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശത്താരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ
श्री अद्वैत गदाधर शिवासादि गौरभक्तवृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे। श्री जगन्नाथ बलदेव सुभद्रमयी की, श्री नाव मुकुंद की, श्री श्री गौर निताय की, नित्य गौर प्रेमानंदे। जयतु जयतु देवो देवकी नंदनोऽयं, जयतु जयतु कृष्णा वृष्णीवंश प्रदीपः, जयतु जयतु मेघश्यामल कोमलांगो, जयतु जयतु पृथ्वी भारनाशो मुकुंद मुकुंद मूर्धना प्रणिपत्य याचे भवन्तमेकान्तमियन्तमर्थम् अविस्मृति तव चरणारविन्दे भावे भावे मेयस्तु भवत्प्रसादात्। മുകുന്ദ ഭഗവാനുടെ സ്തുതി ഇങ്ങനെ കുലശേഖര ആൾവാർ ചെയ്തു. ആ ആൾവാറുകൾ ഈ സ്ഥലത്തിന് 108 ദിവ്യക്ഷേത്രത്തിലെ ഒരു സ്ഥലമാണത്. അവർ ഇതിൻ്റെ മഹിമ ഒക്കെ പാടിയിരിക്കുന്നു. മുകുന്ദനുടെ ശരണാഗതി കുലശേഖര ആൾവാർ അതിനെക്കുറിച്ച് പലതും പാടിയിരിക്കുന്നു. നമുക്ക് ഈ അവസരം ഭഗവാൻ മുകുന്ദൻ്റെ അനുഗ്രഹം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു രഘുറാം പ്രഭുജി. അതുമില്ലാതെ നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ സത് ഗോസ്വാമികൾ, അതിലിരുന്ന് പ്രത്യേകമായിട്ട് രഘുനാഥ ദാസ ഗോസ്വാമി, അദ്ദേഹത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിലാണ് ഈ ലീല, ഭഗവാനുടെ ലീല നടന്നത്. ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഈ കലിയുഗത്തിൽ വീണ്ടും ഗൗരംഗ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവായി അവതരിച്ചു. അവരുടെ ലീലകൾ പലവിധമായിട്ടുള്ള ആനന്ദമായിട്ടുള്ള രസം നിറഞ്ഞ ഒരു ലീലകളാണ്. ചൈതന്യ ചരിതാമൃതം നമ്മളിപ്പോൾ മലയാളത്തിൽ അത് ഇറക്കിയിരിക്കുന്നു. BBT ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിലിരുന്ന് അതിൽ ഈ ലീലകളൊക്കെ വളരെ നന്നായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പാനിഹാട്ടി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായി. പക്ഷേ പാനിഹാട്ടി എന്ന് പറയുന്നത് കഴിക്കുന്ന എന്തോ ഒരു ഡിഷല്ല, റെസിപ്പിയല്ല. പാനിഹാട്ടി പറയുന്ന ആരോ ഇല്ല കോസ്റ്റ്യൂമല്ല, ഡ്രസ്സല്ല. പാനിഹാട്ടി പറയുന്നത് ഒരാളുടെ പേരല്ല. പാനിഹാട്ടി പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഗംഗ നദിയിലെ ആ സ്ഥലത്തിലെ പാനിഹാട്ടി എന്ന് പറഞ്ഞിട്ട് സ്ഥലം, അവിടെ നടന്ന ഈ ലീലയാണ്. അതായത് കൊണ്ട് ഇതിൻ്റെ പേര് പാനിഹാട്ടി മഹോത്സവം എന്നായി. പക്ഷേ ആ സ്ഥലത്തിലെ ബംഗാളിലെ ദണ്ഡ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായി. ദണ്ഡ മഹോത്സവം എന്ന് പറഞ്ഞത് ദണ്ഡനെ ദണ്ഡിച്ചു ഭഗവാൻ ഒരു ഭക്തന്, അത് ഒരു മഹോത്സവമായിട്ട് മാറി. ഇതാണ് അതിൻ്റെ ആശ്ചര്യമായിട്ടുള്ള കാര്യം. ഭഗവാനെ ദണ്ഡിക്കുന്നപ്പോൾ അതൊരു മഹോത്സവമായിട്ട് എങ്ങനെ മാറും? അതാണ് ഈ കഥ. ഭക്തനും ഭഗവാന്റെ കൂടെയും ഇരിക്കുന്ന ആ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആ സംബന്ധം, വിധവിധമായിട്ടുള്ള രസം അനുഭവിക്കുന്ന ഭഗവാനും ആ ഭക്തനും. ഇപ്പം ഇവിടെ രഘുനാഥ ദാസ ഗോസ്വാമി ഷട്ട് ഗോസ്വാമിയിലെ ഒരു ഗോസ്വാമിയായിരുന്നു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിടെ ശിഷ്യന്മാർ. അതിൽ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, പിന്നെ ഗോപാല ഭട്ട ഗോസ്വാമി. വന്ദേ രൂപ സനാതന രഘുയുഗൗ ശ്രീ ജീവ ഗോപാലകൗ എന്ന് പറഞ്ഞിട്ട് സത് ഗോസ്വാമി അഷ്ടകം പാടിയിട്ടുണ്ട്. നമ്മൾ സമയം കിട്ടിയെങ്കിൽ ആ ഷഡ് ഗോസ്വാമി അഷ്ടകം എന്ന് നമ്മൾ പാടും. സോ രഘുനാഥ ദാസ് ഗോസ്വാമി മാത്രം ഈ ഷഡ് ഗോസ്വാമിയുടെ
ബ്രാഹ്മണൻ ആയിരുന്നില്ല. മറ്റ് ഗോസ്വാമി അഞ്ചു പേര് എല്ലാവരും ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ശിഷ്യന്മാരായിരുന്നു. രഘുനാഥ് ഗോസ്വാമി മാത്രം ഒരു വലിയ ജമീന്ദാരുടെ പുത്രനായിരുന്നു. അപ്പോൾ ഈ രഘുനാഥ് ഗോസ്വാമിയുടെ ഈ ലീലയിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് പല പേര് ഞാൻ അവരെ കാണുന്നപ്പോൾ ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെ നിങ്ങൾ ഒരു ഭക്തനായി, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്തിനാ ഭക്തൻ എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ട് ക്ഷേത്രത്തിൽ വരുന്നവർ, എല്ലാവരും ഭഗവാനെ ചെന്നിട്ട് പ്രാർത്ഥന ചെയ്യുന്നവർ, എല്ലാവരും ഭഗവാനടുത്ത് എന്തെങ്കിലും ചോദ്യം, എനിക്കിത് ആവശ്യമാണ്, മകളുടെ വിവാഹം കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ പുത്രൻ്റെ ഈ ജോലി ഇവിടെ കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ശരിയാകണം, അതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥന ചെയ്യാൻ വരും. ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഇച്ഛയില്ലാതെ ആരും പ്രാർത്ഥന ചെയ്യില്ല സാധാരണമായിട്ട്. കറക്റ്റാണോ ഞാൻ പറയുന്നത്? ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും ഹുണ്ടിയിലെ കാശൊക്കെ ഇട്ടിട്ട് നമസ്കരിച്ച് പിന്നെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് അംഗപ്രദക്ഷിണം എല്ലാം ചെയ്തിട്ട് എന്താണ് ചോദിക്കുന്നത്? ഈ കഷ്ടത്തിൽ നിന്ന് എനിക്ക് വിമോചനം, എനിക്ക് അതാണ് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു ശുദ്ധഭക്തൻ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല. ഒരു ശുദ്ധഭക്തൻ ചോദിക്കുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ, നാസ്താ ധർമ്മേ നവസുനിച്ചയേ നൈവ കാമോപഭോഗേ യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേ അപി ത്വത്പാദാംബോരുഹ യുഗഗത നിശ്ചല ഭക്തിരസ്തു. ഈ കുലശേഖര ആൾവാർ ഈ മുകുന്ദമാല സ്തോത്രത്തിൽ ഇത് പറയുന്നത്. അതായത് എനിക്ക് കർമാനുസാരം എനിക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടും, കിട്ടാതെ പോകും. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ധർമ്മത്തിൻ്റെ സാരത്തിൻ്റെ ഫലമൊക്കെ എനിക്ക് ആവശ്യമാണ്, അതും ഞാൻ പ്രാർത്ഥന ചെയ്യുന്നില്ല. എൻ്റെ കർമാനുസാരം ഇതെല്ലാം എനിക്ക് കിട്ടും. ഞാൻ പ്രാർത്ഥന ചെയ്യുന്നത് നിശ്ചല ഭക്തി എനിക്ക് ജന്മജന്മാന്തരമായിട്ട് ഞാൻ ഇവിടെ വരുന്നപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെയ്യുന്നു. ഇതാണ് ഒരു ശുദ്ധ ഭക്തൻ്റെ പ്രാർത്ഥന. എന്തിനാന്ന് പറഞ്ഞാൽ, ഒരു ഭക്തന് വളരെ ബുദ്ധിശാലിയാണ്. ഭഗവാൻ എടുത്ത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമൊക്കെ വന്ന് ചോദിക്കില്ല. പ്രഭുപാദ് നമുക്കൊരു കഥ പറഞ്ഞു. ഒരു പിച്ചക്കാരൻ, പിച്ച എടുക്കുന്ന ആള്, അയാൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്തു രാജാവിന് വേണ്ടിയിട്ട്. എന്തോ അങ്ങനെ കുറച്ച് ചെറിയ നല്ല മനസ്സുള്ള മനുഷ്യനാണ്. കാശില്ലെങ്കിൽ മനസ്സ് നന്നായിട്ടുണ്ടാകും, കൂടുതൽ കാശുണ്ടെങ്കിൽ മനസ്സ് ചീത്തയാകും. അപ്പോൾ ഇയാൾ എല്ലായിടത്തും ഭിക്ഷ ചോദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. അയാളുടെ മനസ്സ് നിർമ്മലമായിട്ടുള്ളൊരു മനസ്സ്, ഭഗവാനെ ഉള്ള ഗതി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാത്രം വെച്ചുകൊണ്ടിരുന്നു. അതിലെല്ലാവർക്കും ഭിക്ഷ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അയാൾ ഒരു നല്ല കാര്യം ചെയ്തു അറിയാതെ. പിന്നെ രാജാവ് വലിയ പ്രശ്നമായി, അയാൾ ഗടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ പിച്ചക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി മാളികയിൽ, വലിയ കൊട്ടാരത്തിൽ രാജാവ് കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പോയപ്പോൾ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരെല്ലാം പേടിച്ചു. ഈ രാജ വലിയ ഒരു ധാരാളമായിട്ടുള്ള മനസ്സുള്ള ആളാണ്, അയാൾ വലിയ പ്രസന്നമായ വേറെന്തെങ്കിലും കൊടുത്തു കഴിയും ഈ പിച്ചക്കാരനടുത്ത്, നമുക്കില്ലാതെ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ പേടിച്ചുകൊണ്ട്, നീ എന്താ ചോദിക്കാൻ പോകുന്നു പറഞ്ഞു അയാളുടെ അടുത്ത്. അയാൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ആവശ്യമില്ല ഒന്നും, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഈ കൊട്ടാരത്തെ കണ്ട് എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. എല്ലാം നവരത്നം, അത് ഇത് എല്ലാം കണ്ട് ആദ്യം ഞാൻ കാണുന്നു ഇങ്ങനെ ഒരു പാലസ്. അകത്ത് ചെന്നിട്ട് രാജാ ചോദിച്ചു, പറയൂ, എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ പ്രസന്നമാണ് നീ ചെയ്ത കാര്യം, എന്താ ആവശ്യം നിനക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചോദിക്കാമെന്ന് അറിയുന്നില്ല. അയാളുടെ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ദിവസം അങ്ങോട്ടിങ്ങോട്ട് ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താവശ്യം എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു, എൻ്റെ ഈ പിച്ച ചോദിക്കുന്ന പാത്രത്തിൽ ഒരു ചെറിയ ഓട്ടമുണ്ട്,
അവിടെ നിന്ന് അരിയൊക്കെ ഇടുന്നപ്പോൾ അത് താഴെ വീഴുന്ന, ഞാൻ അതിൽ ഒരു ചെറിയ ഇലയൊക്കെ ഇട്ട് അതെല്ലാം ചെയ്ത് റിപ്പയർ ചെയ്യാൻ നോക്കി, ശരിയായില്ല എന്ന് വെച്ചാൽ ഒരു പുതിയ പാത്രം കിട്ടുമോ എന്ന് ചോദിച്ചു. പുതിയ ചട്ടി പാത്രം, ഇങ്ങനെ ഒരു ചെറിയ പാത്രം കിട്ടുമോ എന്ന് ചോദിച്ചു. മന്ത്രിമാരെല്ലാം ഞാൻ നിനക്ക് ഫുൾ ഗോൾഡ് പാത്രം തരാമെന്ന് പറഞ്ഞു, തങ്കമെടുത്ത് ഇത് സ്വർണ്ണമെടുത്ത് ചെയ്ത് പാത്രം തരാമെന്ന് പറഞ്ഞു. പുറത്ത് പോകാൻ വേഗം കൂട്ടിക്കൊണ്ടുപോയി. അയാള് എന്താ ചോദിക്കേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഒരു രാജാവിനടുത്ത് എന്തൊക്കെ ചോദിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ബലി മഹാരാജ് വാമനദേവനെ കണ്ടപ്പോൾ വാമനദേവനടുത്ത് പറഞ്ഞു, അയ്യേ 3 പടി മാത്രമേ ഉള്ളൂ നിനക്ക് ആവശ്യം, നിനക്ക് അറിയില്ല എനിക്ക് എന്തൊക്കെ നിനക്ക് തരാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട്. യു ഡോണ്ട് ഹാവ് നോളജ്, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിചാരിച്ചു. അതേപോലെ ഇദ്ദേഹത്തിന് എന്താണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് രാജാവിന് അറിയാതെ പോയി. അതേപോലെ നമ്മൾ പല പേര് ഭഗവാന് മുമ്പ് വന്ന് എനിക്ക് അത് വേണം ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ചട്ടി പാത്രം അതെല്ലാം നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഭഗവാനടുത്ത് ചോദിക്കേണ്ടത് ഭക്തി, എനിക്ക് ശുദ്ധ ഭക്തി, അതാണ് നിങ്ങൾ തരേണ്ടത്. അത് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഭഗവാനക്ക് മാത്രമേ ഉള്ളൂ ഈ ശുദ്ധ ഭക്തി തരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചൈതന്യ മഹാപ്രഭു അതിന് വേണ്ടി വന്നു. കൃഷ്ണ ഭഗവാന് പറഞ്ഞു, ഈ വർണ്ണാശ്രമത്തിൻ്റെ ഫലമായി കൊണ്ട് കിട്ടുന്ന ഈ ഇതെല്ലാം എല്ലാവർക്കും സാധാരണമായിട്ട് കിട്ടും. പക്ഷെ ഭഗവാനുടെ ഭക്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വന്നിട്ട് കൊടുക്കണം. ആ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. ഈ രഘുനാഥ് ദാസ് ഗോസ്വാമിന് ഒരു വലിയ ജമീന്ദാരുടെ കുട്ടിയാണ്. അദ്ദേഹത്തിന് എല്ലാം പൂർത്തിയായിട്ടുണ്ട് വീട്ടിൽ, വേറെ ഒരു ആവശ്യവും ഇല്ല. പക്ഷെ അയാൾക്ക് തൃപ്തിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്തിയാണ് ആവശ്യം, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ചെന്നിട്ട് ചേരണം. ന ധനം ന ജനം ന സുന്ദരീം കവിതം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരവൈതുകി ത്വയി ഭവതാത് ഭക്തിർ അഹൈതുകി ത്വയി. ഇത് മാത്രമേ ഉള്ളൂ. ന ധനം ന ജനം ന സുന്ദരി കവിത്വം വാ ജഗദീശ കാമ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ന ന ന. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്ത് പ്രാർത്ഥനയാണ്, ഈ പ്രാർത്ഥന ഞാൻ ചെയ്യില്ല. എനിക്ക് ധനം ദേഹി, വിദ്യാൻ ദേഹി, അത് ദേഹി, ഇത് ദേഹി, മൊബൈൽ ദേഹി, കാർ ദേഹി, ജോലി ദേഹി, എനിക്ക് ആ സ്ത്രീ ദേഹി, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ശിക്ഷാഷ്ടകത്തിൽ എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഭവതാത് ഭക്തി രഹൈതുകി ത്വയി. രഘുനാഥ് ദാസ് ഗോസ്വാമി അങ്ങനെയായിരുന്നു, വലിയ ജമീന്ദാരൻ്റെ മകൻ. ആലോചിച്ച് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും വീട്ടിൽ. ശാസ്ത്രത്തിൽ പറഞ്ഞെങ്കിൽ അദ്ദേഹം കാലത്ത് എണീച്ച് ബാത്റൂമിക്ക് പോകുന്ന വഴി താമരദളം നിറച്ച് വെക്കുന്നത്. ഇയാൾ നടന്നു പോകാനാണ്, എവിടെ ടോയ്ലറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അത്ര വലിയ ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള രഘുനാഥ് ദാസ് ഗോസ്വാമിന് തൃപ്തിയില്ലാതെ പോയി. ആ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കഥയാണത്. ഇത്രയും വലിയ ജമീന്ദാരുടെ വീട്ടിൽ ജനിച്ച് അയാൾ അവിടെ നിന്ന് പുറത്തു പോകണം, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ചേർന്ന് എനിക്ക് ഒരു സന്യാസിയായി എനിക്ക് ശുദ്ധഭക്തി കിട്ടണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച ആ രഘുനാഥ് ദാസ് ഗോസ്വാമിനെ വീട്ടിൽ നിന്ന് പോകാൻ സാധിച്ചില്ല. പല പ്രാവശ്യം ചെന്നിട്ട് അയാളെ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നു. സോ അദ്ദേഹത്തിന് ഭഗവാനുടെ കൃപയുണ്ടെങ്കിൽ അയാൾക്ക് ഭഗവാനോട് ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ കഥയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതും മാത്രമല്ല, ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം മാത്രമല്ല, നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൂടിയ വേഗം ഭഗവാനുടെ ശരണാഗതി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ കഥയുടെ മുഖ്യമായിട്ടുള്ള വലിയൊരു കഥയാണ്. അപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് ഈ ഓവർവ്യൂ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോവർദ്ധന ഗിരിധാരി പ്രഭുവിനടുത്തും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വൈകുണ്ഠേശ്വര പ്രഭുവിനടുത്തും കുറച്ച് സംസാരിക്കാൻ. അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കൺക്ലൂഷനും ചെറിയതായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വിധവിധമായിട്ടുള്ള സ്പീക്കേഴ്സ് കേൾക്കാൻ പറ്റും ഈ ശുഭ ദിവസത്തിൽ. പണിഹാട്ടി മഹോത്സവം
ഡെലിക്കേറ്റ് ആയിട്ടുള്ള തത്വങ്ങളും ഫിലോസഫിയും ഒക്കെ എനിക്ക് അത്ര എളുപ്പമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല. അതായത് കൊണ്ട് ഞാൻ ഇവരുടെ സഹായവും എടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട്. തത്വം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, നമ്മളിരിക്കുന്ന സ്ഥലം നവമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാരാജ നിമിനടുത്ത് നവയോഗീന്ദ്രന്മാർ വന്നിട്ട് ഉപദേശം കൊടുത്തു. ഇത് ഭാഗവതത്തിലെ 11ാമത്തെ കാണ്ഡത്തിൽ നമ്മൾ വായിക്കാൻ പറ്റും. മഹാരാജ് നിമിയും നവയോഗേന്ദ്രങ്ങളുടെ സംവാദം. അവിടെ നവയോഗേന്ദ്രൻ്റെ ഒരു യോഗി ആയിരുന്നു ഒരു നവയോഗേന്ദ്ര ഋഷികളുടെ ഒരു യോഗേന്ദ്രൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു. കലിയുഗത്തിലെ ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണവർണം ത്വിസാകൃഷ്ണം സാങ്കോ പാങ്കാസ്ത്ര പാർഷദം യജ്ഞയീ സങ്കീർത്തനപ്രായേർ യജന്തി സുമേധശ. ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ഈ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള രൂപത്തിൽ രാധാവുடைய ഭാവത്തിൽ ഉത്തമമായിട്ടുള്ള ഭക്തൻ, രാധാവുടെ ഭാവത്തിൽ ഭഗവാൻ തന്നെ വന്നിട്ട് ആ ഭക്തി ടേസ്റ്റ് ചെയ്യും. ഭക്തിയുടെ സ്വാദ്, എൻ്റെ ഭക്തൻ എന്താ സ്വാദ്, അതിൻ്റെ സന്തോഷമായിട്ട് അദ്ദേഹം അനുഭവിക്കുന്നു, അത് എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ ഒരു ഭക്തനായിട്ട് വന്നിട്ട് ആ ഭക്തിഭാവം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവായിട്ട് വരും. അതാണ് ഗൗരംഗ മഹാപ്രഭു. അതായത് കൊണ്ട് നമ്മൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു, നമ്മൾ ഭഗവാൻ കൃഷ്ണനെ പോലെ നമ്മൾ പൂജിക്കില്ല. മയിൽ പേലിയും പുള്ളാങ്കുഴലൊക്കെ നമ്മൾ കൊടുക്കില്ല. അദ്ദേഹം വന്നിട്ട് ഒരു ഭക്തനുടെ ഭാവത്തിലെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഭക്തനുടെ ഭാവത്തിൽ ഭക്തി സ്വാദ് അനുഭവിക്കുന്ന ആ ചൈതന്യ മഹാപ്രഭുയുടെ കൂടെ നിത്യാനന്ദ പ്രഭുവും അതേ ഭാവത്തിൽ ഭഗവാനും കൂടെ നൃത്യവും സങ്കീർത്തനം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, പ്രചാരമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കഥയുടെ കണക്ഷൻ ഈ സ്ഥലത്തിൽ എന്ന് പറഞ്ഞാൽ മഹാരാജ നിമി ഇത് നവയോഗീന്ദ്ര മഹാരാജത്തിൽ കേട്ടു, ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ലീലകളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നവമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് പൂർവികമായിട്ട് എനിക്കൊരു സംശയമുണ്ട്, ചൈതന്യ മഹാപ്രഭു ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ പല സ്ഥലത്തില് ചൈതന്യ മഹാപ്രഭു വന്ന സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാറില്ല. അത് മാപ്പ് മാറി, സ്ഥലവും മാറി. അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ ചില സ്ഥലങ്ങൾ നമുക്കറിയാം. ഈ സ്ഥലത്തിലെ എല്ലാം നമ്മൾ ചൈതന്യ മഹാപ്രഭുയുടെ ദിവ്യ പാദങ്ങൾ സ്ഥാപനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുയുടെ ലീലകൾ എവിടെയൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെയും ചൈതന്യ മഹാപ്രഭു സമയം വന്നിരിക്കുന്നു എനിക്കൊരു സംശയമാണ്. ഈ വളരെ നന്നായ സ്ഥലത്തിൽ ഇത്രയും വൈഷ്ണവന്മാർ വന്ന് ഹരിനാമം സങ്കീർത്തനം ചെയ്ത് ഈ സ്ഥലത്തിൽ പ്രഭു പുണ്യസ്ഥലം എന്ന് പറഞ്ഞു. പുണ്യത്തിനേക്കാളും കൂടിയ ദിവ്യമായിട്ടുള്ള സ്ഥലമാണ്. പുണ്യം മാത്രമല്ല, ഇവിടെ ഭഗവാനുടെ ലീലകളൊക്കെ നടന്നിരിക്കുന്നു. ഈ ദിവസവും ലീല നടക്കുന്നുണ്ട്. ഈ ദിവസവും ഈ പാനിഹാട്ടി മഹോത്സവം ഒരു ലീലയാണ്. അതിനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പല ഭക്തന്മാരും ഇവിടെ വന്നിരിക്കുന്നു. ആ പാനിഹാട്ടി ദന്ത മഹോത്സവം വീണ്ടും ഇവിടെ പുനരുദ്ധാരണം ചെയ്തിരിക്കുന്നു. ആ സ്ഥലത്തിൽ, ഈ സ്ഥലത്ത് തന്നെ വീണ്ടും ആ ഫെസ്റ്റിവൽ, ആ ഉത്സവം തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിൻ്റെ മുമ്പ്. ഇത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഭക്തന്മാർ ഈ സ്ഥലത്തിൽ ഈ ഉത്സവം നടത്താൻ സാധിക്കില്ല, ഭഗവാനുടെ കൃപയില്ലാതെ, നാഗമുകുന്ദനുടെ കൃപയില്ലാതെ. സോ ഇവിടെ പല ലീലകളും നടന്നിരിക്കുന്ന ലക്ഷ്മിയുടെ ലീല, ഗജേന്ദ്രനുടെ ലീല, പിന്നെ മാർക്കണ്ഡേയ ഋഷിയുടെ ലീല, നന്ദിയുടെ ലീല, ബ്രഹ്മാവും ശിവനെന്നുള്ള ലീല, പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഥലത്ത് നടന്നിരിക്കുന്നു. ഈ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തിൽ നമ്മൾ ഇന്ന് ഈ ദണ്ഡമഹോത്സവം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന. ഞാനിപ്പോൾ ഗോവർദ്ധന ഗിരിനടുത്ത് ഈ കഥ കുറച്ച് പറയുന്നുണ്ട്.
please request you to help me. ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ, ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം ശാന്തിപൂരിലേക്ക് പോയ സമയത്ത് രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ ചെറിയ കുട്ടിയായിരുന്നു. ആ സമയത്ത് തന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ പോയി കണ്ടു, നമസ്കരിച്ചു, പറയുന്നു, എനിക്ക് അങ്ങയോടൊപ്പം വരണം, എനിക്ക് ഈ ഭൗതിക ജീവിതത്തിൽ താല്പര്യമില്ല. ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് രഘുനാഥ് ദാസ് ഗോസ്വാമിയെ തടുക്കുന്നു. നീ ഇപ്പോൾ വരരുത്, നീ മർക്കട വൈരാഗ്യം കാണിക്കരുത്. ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞു. അതായത് ഇപ്പോൾ നീ വന്നു കഴിഞ്ഞാൽ അത് വെറും മർക്കട വൈരാഗ്യമായി പോകും. എങ്ങനെയാണോ ഒരു കുരങ്ങൻ ഒരു മരത്തിൽ നിന്നും വേറൊരു മരത്തിലേക്ക് വെറുതെ ചാടി പോകുന്നത്, അതുപോലെയുള്ള വിരക്തി നമുക്ക് വേണ്ട. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ വലിയ ജമീന്ദാരുടെ മകനാണ്, അതുകൊണ്ട് നീ നിൻ്റെ പിതാവിൻ്റെ കച്ചവടമെല്ലാം നോക്കി നടത്തുക. പുറമേ നീ ഒരു കച്ചവടക്കാരനായി ഇരിക്കുമ്പോൾ അകമേ നീ വിരക്തി പരിശീലിക്കുക. ചൈതന്യ മഹാപ്രഭു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമ്മൾ പേടിക്കും. ഇതിനകത്തേക്ക് നമ്മൾ ചാടിയത് അത്ര ശരിയാണോ എന്ന് നമുക്ക് പലർക്കും തോന്നിപ്പോകും, അല്ലേ? ഞാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, പുറമേ ഒരു വിഷയമായിട്ട് അഭിനയിക്കണം, അകമേ വിരക്തി വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേർ വിപരീതമാണ്. പുറമേ വൈഷ്ണവനായിട്ട് അഭിനയിക്കുകയും അകമേ നല്ല രീതിയിൽ ആസക്തി നിലനിർത്തുകയും ചെയ്യുന്നു, അല്ലേ? പക്ഷേ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് ചെയ്യണം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്ന ഈ ദിവസം നമ്മളിതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, എനിക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും അകമേ പൂർണ്ണമായ വിരക്തിയുള്ളവരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ മഹാപ്രഭു പറഞ്ഞിട്ട് പോയി. പക്ഷേ രഘുനാഥ് ദാസ് ഗോസ്വാമി, ഈ ഷഡ്ഗോസ്വാമിമാരിൽ നമ്മൾ കാണുമ്പോൾ ഈ വിരക്തിയുടെ അങ്ങേയറ്റം എന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ്. അപ്പോൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് വിരക്തിയുടെ അങ്ങേയറ്റം എന്ന്. കാരണം ഇത്രയും അധികം സുഖലോലുപതയും ഇത്രയും അധികം ഐശ്വര്യങ്ങളും ധനവും എല്ലാം തനിക്ക് ചുറ്റുമുണ്ടായിട്ടും അതിനോട് യാതൊരു വിധമായ ആസക്തിയും പുലർത്താതെ പൂർണ്ണമായിട്ടും എനിക്ക് ഏത് വിധേനയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്ന് ചിന്തിക്കുക. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത് നമ്മൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ പാത പിന്തുടരണമെന്ന്. പക്ഷെ കുറച്ച് ആലോചിച്ചിട്ട് പിന്തുടരണം, കാരണം ഇതാണ് ആ പാതയിലുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശ്രമങ്ങളെല്ലാം വിഫലമായപ്പോഴാണ് പാനിഹാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും വന്നിരിക്കുന്നു എന്ന് രഘുനാഥ് ദാസ് ഗോസ്വാമി കേൾക്കുന്നത്. ശ്രീ നിത്യാനന്ദ പ്രഭു കീ. നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തികഞ്ഞ അവധൂതനാണ്. ഇദ്ദേഹം എങ്ങനെ പെരുമാറും എന്ന് ചിലപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അവർണ്ണനീയമാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ ലീലകളും നിത്യാനന്ദ പ്രഭുവിൻ്റെ സ്വരൂപവും എല്ലാം. എന്നിരുന്നാലും നിത്യാനന്ദ പ്രഭുവിനെ പോയി കാണാം, അങ്ങനെയെങ്കിലും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എന്നെ സഹായിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി രഘുനാഥ് ദാസ് പാനിഹാട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ നിത്യാനന്ദ പ്രഭു അവിടെ ഒരു വലിയ പീഠത്തിൽ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുന്നു. അപ്പോൾ രഘുനാഥ് വളരെ ദൂരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. എങ്ങനെയാണോ വളരെ വിശിഷ്ടരായ വൈഷ്ണവരെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഒരു ദൂരത്ത് മാറി നിൽക്കുന്നത്, അല്ലേ? കൂടുതൽ അടുത്ത് പോകണ്ട, പോയാൽ നമ്മളും ഇവരെ പോലെ ആയിപ്പോയാലോ എന്നുള്ളൊരു ഭയം കൊണ്ടിട്ട്, അല്ലേ, മാറി നിൽക്കും. അതുപോലെ പക്ഷേ രഘുനാഥ് അങ്ങനെയല്ല മാറി നിൽക്കുന്നത്. രഘുനാഥ് ദാസിന് ഇവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിനൊരുപക്ഷെ യോഗ്യനല്ലാത്തത് കൊണ്ടായിരിക്കാമല്ലോ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അവസരം ലഭിക്കാതെ പോയത് എന്നുള്ളതെല്ലാം ചിന്തിച്ചുകൊണ്ട് രഘുനാഥ് ഇങ്ങനെ ദൂരെ നിൽക്കുമ്പോഴാണ് നിത്യാനന്ദ പ്രഭു രഘുനാഥിനെ ശ്രദ്ധിക്കുന്നതും തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ ഒരു തസ്കരനാണ്, നീ ഒരു കള്ളനാണ്, നിന്റെ കള്ളത്തരം ഞാൻ ഇന്ന് പിടിച്ചിരിക്കുന്നു. നീ എന്നെ കണ്ടിട്ടും അടുത്ത് വരാതെ നീ ദൂരെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നീ എൻ്റെ അടുത്ത് വരിക, അതിനുശേഷം ഞാൻ നിനക്ക് ഒരു
ശിക്ഷ നൽകുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഉള്ള ഏറ്റവും മധുരമായിട്ടുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ശിക്ഷയാണ്, അല്ലേ? അങ്ങനെ രഘുനാഥ് ദാസിനെ അടുത്ത് വിളിച്ചു. നിത്യാനന്ദ പ്രഭുവിൻ്റെ പാദങ്ങളുടെ സ്പർശം രഘുനാഥ് ദാസിന് ലഭിക്കുന്നു. നിത്യാനന്ദ പ്രഭുവിൻ്റെ പാദസ്പർശം ലഭിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മളതിങ്ങനെ പറയുന്നുവെങ്കിലും ഇത് ശരിക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ നിർവൃത്തി എന്താണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമാണ്. യഥാർത്ഥത്തിൽ നമ്മളിത് വായിക്കുന്നു, ചൈതന്യ ചരിതാമൃതം നമ്മളെല്ലാവരും വായിക്കുന്നു, കേൾക്കുന്നു. പക്ഷെ ഇതെല്ലാം വളരെ അചിന്ത്യമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ രഘുനാഥ് ദാസിനെ പോലെയുള്ള വളരെ വിശിഷ്ടനായ ഒരു വൈഷ്ണവന് നിത്യാനന്ദ പ്രഭുവിൻ്റെ ഈ സാമീപ്യം, ഈ സമ്പർക്കം ലഭിച്ചു. അദ്ദേഹം ധന്യനാകുന്നു. നിത്യാനന്ദ പ്രഭു രഘുനാഥനോട് പറയുന്നു, നിനക്കൊരു ശിക്ഷ ഞാൻ നൽകുകയാണ്. എന്താണ് ആ ശിക്ഷ? ഇവിടെ കൂടിയിരിക്കുന്ന വൈഷ്ണവന്മാർക്കെല്ലാവർക്കും നീ ഒരു വളരെ വിശിഷ്ടമായ ഒരു സദ്യ നൽകണം. എന്താണ് ആ സദ്യ? അവിലും തൈരും മറ്റുള്ള കൂട്ടുകളുമെല്ലാം ചേർത്ത് നീ ഇവർക്കെല്ലാവർക്കും ഒരു സദ്യ നൽകണം. അതാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാനിഹാട്ടി ദണ്ഡ മഹോത്സവം. സംപൂജ്യ മഹാരാജ് പറഞ്ഞതുപോലെ അത് ഗംഗയുടെ കരയിൽ പാനിഹാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നു. ഈ ഉത്സവം തന്നെ വളരെ എന്താ പറയുക, അവർണ്ണനീയമായ ഒരു ഉത്സവമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രഘുനാഥ് ദാസിന് പണം ഒരു വിഷയമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോവുക, പാനിഹാട്ടിയിൽ കിട്ടുന്ന അത്രയും അവിലും തൈരും പാലും പഴങ്ങളും എല്ലാം ഉടനെ ഇവിടെ എത്തിക്കുക. അങ്ങനെ പാനിഹാട്ടിയിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാരുടെ അടുത്തുണ്ടായിരുന്ന അവിലും തൈരും പാലും എല്ലാം അവിടെ എത്തുകയാണ്. നിമിഷ നേരം കൊണ്ട് ഇത് സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വൈഷ്ണവർ കൂടിയിരിക്കുന്നു. ഉടനെ ഇവരെല്ലാവരും ഇത് തൈരിൽ ഈ അവില് ഇടുന്നു, അതിനുശേഷം പാലിൽ കുറച്ച് അവിലിടുന്നു, അതിലേക്ക് പഴങ്ങളെല്ലാം നുറുക്കിയിടുന്നു. അങ്ങനെ ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ചെറിയ ചെറിയ മൺകുടങ്ങളിൽ ഇതാക്കുകയും അവിടെയുള്ള വൈഷ്ണവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അപ്പോൾ നിത്യാനന്ദ പ്രഭു എടുത്തിട്ട് അതെല്ലാവർക്കും കൊടുക്കാൻ പറയും. നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുയായികൾ അതെടുത്തിട്ട് എല്ലാവർക്കും വിളമ്പുന്നു. അവിടെ ഗംഗാ നദിക്കരയിൽ ഇവർക്കെല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇന്ന് രാവിലെ വന്ന് ഇത്രയും ഭക്തന്മാരെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഓർത്തു, ഇത് മറ്റൊരു പാനിഹാട്ടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ നമുക്ക് അവിലും തൈരും കിട്ടുമ്പോൾ നമുക്കെല്ലാവർക്കും നിളയിലേക്ക് ഇറങ്ങി നിന്ന് ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം. അത്രയും ഭക്തന്മാരുടെ സംഘം ഇവിടെ സംഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്കെല്ലാവർക്കും വിളമ്പുന്നു. ഇത് കേട്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പാനിഹാട്ടിയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ എല്ലാവരും പറയുന്നു, ഇവിടെ വലിയൊരു സദ്യ നടക്കുന്നു, എല്ലാവരും വരിക. അങ്ങനെ വരുന്നു. അപ്പോൾ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോകുന്നു. അവിടെയുള്ള അവൽ, അവിടെയുള്ള തൈര് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് 10,000-കണക്കിന് വൈഷ്ണവർ ഒരുമിച്ച് ഒത്തുചേർന്ന് നടത്തിയതാണ് പാനിഹാട്ടി ദണ്ഡ മഹോത്സവ്. ആ സമയത്ത് ഇത്രയും വൈഷ്ണവർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ആ സമയത്ത് അത്യത്ഭുതകരം എന്ന് പറയാം, ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടെ നിത്യാനന്ദ പ്രഭു വിളിക്കുന്നുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടെ വരുന്നു. നിത്യാനന്ദ പ്രഭുവിൻ്റെ സമക്ഷത്തിൽ വന്ന് ഇരിക്കുന്നു. നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ഈ അവിലും തൈരും നൽകുന്നു. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായികൾക്കും വളരെ വിശിഷ്ടമായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ എവിടെയെല്ലാം നമ്മൾ ഈ പാനിഹാട്ടി ദണ്ഡമഹോത്സവം കൊണ്ടാടുന്നു, അവിടെ ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ വിളി കേട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടെ വരുന്നുണ്ട്. ഇവിടെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ നിത്യാനന്ദ പ്രഭുവും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്സവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം നമ്മൾ കൊണ്ടാടുകയും ഇതിലൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും എന്താ പറയുക, മമോ മഹാവദന്യായ ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ള ഈ രണ്ടു പേരുടെ കാരുണ്യത്തെ സ്മരിക്കുകയും എപ്രകാരം രഘുനാഥ് ദാസ് ഗോസ്വാമി ഇത്രയും വൈഷ്ണവന്മാരെ സേവിക്കുന്നു, അതിലൂടെ അദ്ദേഹവും നിത്യാനന്ദ പ്രഭുവിനും ചൈതന്യ മഹാപ്രഭുവിനും എത്ര പ്രിയപ്പെട്ടവനാകുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം, എങ്ങനെയെങ്കിലും എനിക്ക് ഈ പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് മുഴുകണം എന്ന അദ്ദേഹത്തിൻ്റെ ആ ദൃഢനിശ്ചയം, ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹോത്സവമാണിന്ന്. അപ്പോൾ ഇതാണ് ദണ്ഡ മഹോത്സവം പാനിഹാട്ടിയിൽ നടന്നത്.
ആ ദണ്ഡമഹോത്സവം ഇന്ന് ഇവിടെയും നടക്കുന്നു. നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. കാരണം ശീല പ്രഭുപാദർ എന്ന മഹാത്മാവ് അദ്ദേഹം നമുക്കിത് പരിചയപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന തിലകം ധരിച്ചു നിന്നിരിക്കുന്ന ഓരോ വൈഷ്ണവനും വൈഷ്ണവിയും അല്ലേ ദിവ്യപൂജ്യ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദരുടെ അഹൈതുകമായ കാരുണ്യത്തിൻ്റെ പാത്രമായിട്ടുള്ളവരാണ് ഇവിടെ ചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരും. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രഭുപാദരെയും സ്മരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഈ ഉത്സവത്തെ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാക്കി മാറ്റാം. ഹരേ കൃഷ്ണ ശീല പ്രഭുപാദ ഹേ. ഇത് ഹരേ കൃഷ്ണ. ഗോവർദ്ധൻ ഗിരിപ്പു പറഞ്ഞതുപോലെ ഒരു ചാലഞ്ചാണ് മഹാരാജിൻ്റെ അടുത്തെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ പ്രഭുപാദ് ജയ്. അപ്പോൾ ഈ പാനിഘാട്ടി ചീടാത്തകി മഹോത്സവത്തിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ ഒരു ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞു. ശിക്ഷ എന്താ കൊടുത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ പറഞ്ഞു, വൈഷ്ണവർക്കൊക്കെ. എന്തുകൊണ്ടാണ് ഈ ശിക്ഷ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഈ ശിക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വൈഷ്ണവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവിടെ ഒരു വൈഷ്ണവനെ എങ്ങനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് അഖണ്ഡ ഭജൻ, പിന്നെ അഖണ്ഡ ഭോജൻ. അപ്പോൾ നല്ല വലിയ സങ്കീർത്തനം, നാമസങ്കീർത്തനം കേട്ടാൽ അവരങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷമാവും. പിന്നെ മഹാപ്രസാദം കൊടുത്താൽ അതിനേക്കാളും സന്തോഷമാവും. അപ്പോൾ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രസാദം കൊടുക്കാനുള്ള അവസരം ആർക്ക് കൊടുത്തു? രഘുനാഥദാസ് ഗോസ്വാമിക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാം, കൃഷ്ണഭക്തി കിട്ടണമെങ്കിൽ രണ്ട് കാര്യം ചെയ്താൽ മതി. നല്ല കീർത്തനം ചെയ്യുക, അതിൻ്റോടൊപ്പം എല്ലാ ഭക്തന്മാർക്കും പ്രസാദം വിതരണം ചെയ്താൽ തന്നെ നമുക്ക് കൃഷ്ണഭക്തി വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം രാഘവ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു. ഈ രാഘവ പണ്ഡിറ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡെയിലി വൈകുന്നേരം നിത്യാനന്ദ പ്രഭുവിന് പ്രസാദം ഉണ്ടാക്കി കൊടുക്കും, ഈവനിങ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് രാഘവ പണ്ഡിറ്റിൻ്റെ ജോലി. അപ്പോൾ അന്നത്തെ ദിവസം രാഘവ പണ്ഡിറ്റ് ഈ പാനിഘാട്ടി നടക്കുന്ന സ്ഥലത്തിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഗംഗയിൽ ഇറങ്ങിയിരുന്നിട്ട് ഈ ചീടാദഹി അവല് കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ച് ഭയങ്കരമായിട്ട് ആനന്ദിച്ചിരിക്കുകയാണ്. അൺലിമിറ്റഡായിട്ട് കഴിക്കുകയാണ്. ഒരു ഭക്തനെ കണ്ട് ഇവർ ഇനിയും കഴിക്കണം ഹാപ്പി ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ രാഘവ പണ്ഡിറ്റ് തോന്നുകയാണ്, എൻ്റെ വീട്ടിൽ വൈകുന്നേരം വരാമെന്ന് നിത്യാനന്ദ പ്രഭു പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ വൈകുന്നേരം വന്നോളാം. അങ്ങനെ ഇവിടെ എല്ലാ ഫെസ്റ്റിവലും എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ രാഘവ പണ്ഡിറ്റിൻ്റെ വീട്ടിൽ പോയി. അവിടെ രഘുനാഥദാസ ഗോസ്വാമിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ ഒരുപാട് നെയ്യ് കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഭഗവാന് നിവേദിച്ചിട്ട് നിത്യാനന്ദ പ്രഭുവിന് കൊടുത്തു. അങ്ങനെ നിത്യാനന്ദ പ്രഭു എല്ലാം കഴിച്ചു. അദ്ദേഹം കഴിച്ച ഉച്ഛിഷ്ടം മഹാപ്രസാദം രഘുനാഥദാസ ഗോസ്വാമിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ആ മഹാപ്രസാദം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഈ രഘുനാഥദാസ ഗോസ്വാമി വലിയ ജമീൻ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹം ആ സമ്പത്തെല്ലാം എന്ത് ചോദിച്ചാൽ അവിടെ വന്ന വൈഷ്ണവർക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സ്വർണ്ണങ്ങൾ ഏതാണോ മുതിർന്ന ഭക്തൻ അവർക്ക് കൂടുതലും മറ്റുള്ളവർക്ക് കുറച്ചും, ഇങ്ങനെ ഓരോ കണക്കിനും അവരവരുടെ നിലവാരം അനുസരിച്ച് അദ്ദേഹം ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്രസാദം കൊടുത്തു. അങ്ങനെ എല്ലാവരും അനുഗ്രഹിച്ചു. ആരെ അനുഗ്രഹിച്ചു? വൈഷ്ണവരെല്ലാം രഘുനാഥദാസ ഗോസ്വാമി അനുഗ്രഹിച്ചു. അപ്പോൾ വൈഷ്ണവരുടെ അനുഗ്രഹം കിട്ടി. ഉടനെ നിത്യാനന്ദ പ്രഭു എന്ത് ചോദിച്ചാൽ സ്വന്തം കാലുകൊണ്ട് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു. എങ്ങനെയാണോ മഹാരാജ് പറഞ്ഞതുപോലെ വാമനമൂർത്തി വന്നിട്ട് മഹാബലിക്ക്
ആ ബ്ലെസ്സിങ്സ് കൊടുത്തോ, അനുഗ്രഹം കൊടുത്തോ, അതുപോലെ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നോടുകൂടി നിൻ്റെ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും തീർന്നു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ലോകത്ത് തിരിച്ചു പോകണമെങ്കിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം തീർന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്ത് തിരിച്ചെത്താൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം തീരണമെങ്കിൽ പോലും ഒരു വൈഷ്ണവൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് തീരില്ല. അങ്ങനെ ഇവിടെ എല്ലാവർക്കും എല്ലാം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് മുഴുവൻ അനുഗ്രഹം കിട്ടി. അങ്ങനെ നെക്സ്റ്റ് ഡേ വന്നു. അടുത്ത ദിവസമായപ്പോൾ അദ്ദേഹം പറയാണ്, നിത്യാനന്ദ പ്രഭു, ചൈതന്യ മഹാപ്രഭു ഓൾറെഡി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പതിതാത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നിനക്ക് ഇന്നത്തോടു കൂടി, കാരണം നിത്യാനന്ദ പ്രഭുയുടെ പാദം അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൊണ്ടതും എല്ലാ പാവങ്ങളും പോയി, നീ തീർച്ചയായും പരിശുദ്ധമായിട്ട് ഭഗവത് സേവനത്തിൽ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി തിരിച്ച് വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ ഒറീസയിൽ ജഗന്നാഥ് പുരിയിൽ വന്നോളൂ, അന്ന് ഭഗവാൻ മഹാപ്രഭുവിൻ്റെ ലീലയിൽ പങ്കെടുക്കാം. അതുപോലെ അദ്ദേഹം തിരിച്ച് ജഗന്നാഥ് പുരിയിൽ അദ്ദേഹം വന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, എത്ര വിനയമാണ് ഈ രഘുനാഥദാസ ഗോസ്വാമി. ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ട് എല്ലാം ത്യജിച്ച് ഭഗവത് സേവനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതും ഭഗവാനേക്കാളും നിത്യാനന്ദ പ്രഭു ബലറാമിൻ്റെ അനുഗ്രഹം കിട്ടിയതും അത് സാധിച്ചു. അങ്ങനെ അദ്ദേഹം ജഗന്നാഥ് പുരിയിൽ വന്നു. ജഗന്നാഥ് പുരിയിൽ വന്നപ്പോൾ ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറയും, സ്വരൂപ ദാമോദര ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ഗോസ്വാമിയുടെ അടുത്ത് പറയും, ഇത് ചെറിയ കുട്ടിയാണ്, വലിയ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്, ഈ കുട്ടിയെ നോക്കിക്കൊള്ളണം, വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എഴുതി. അപ്പോൾ അദ്ദേഹം എന്ത് വെച്ചാൽ മഹാപ്രഭു പറഞ്ഞതുകൊണ്ട് സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയെ പോലെ ഈ നിത്യാനന്ദ പ്രഭുവിനെ നോക്കിയിട്ട് ഡെയിലി പാചകമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രഘുനാഥദാസ് ഗോസ്വാമി വിചാരിക്കും, ഞാൻ വന്നത് എന്തിനാണ്? ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ, ഭക്തി പരിശീലിക്കാൻ വന്നിട്ട് അദ്ദേഹം കുക്ക് ചെയ്ത് പാചകം ചെയ്ത് തരുന്നത് കഴിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് സന്യാസിയാകാനാണ് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഇനി മുതൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ജഗന്നാഥ് പുരിയിൽ പോയി ഭിക്ഷ യാചിച്ച് കഴിക്കും. ആൾക്കാരെല്ലാം അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഇദ്ദേഹം ക്യൂവിൽ നിൽക്കും. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും ബാക്കിലാണ് ക്യൂ നിൽക്കുന്നത്. ഈ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ട് ആൾക്കാരെല്ലാം, ഇത് ആ കുട്ടിയാണ്, വലിയ പൈസക്കാരെ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട്, മോനെ നീ മുന്നിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ പറഞ്ഞേക്കും. അപ്പോൾ ഇദ്ദേഹം അറിയാതെ നേരെ ഫ്രണ്ടിൽ പോയിട്ട് ഭിക്ഷ യാചിച്ച് കഴിക്കും. അത് ഉടനെ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഭിക്ഷ യാചിച്ച് കഴിച്ചാൽ എനിക്ക് കിട്ടിയാൽ കഴിക്കണം, അല്ലാതെ കഴിക്കാതിരിക്കണം. പക്ഷെ ഞാനിപ്പം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഞാൻ വലിയ കുടുംബത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് എന്നെ മുന്നിൽ കടത്തി വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വിചാരിച്ച് ഇനി മുതൽ ഞാൻ ഈ ക്യൂവിൽ ഇവിടെ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഇവരെല്ലാം എന്താ പറയുക, തറയിൽ ചോറ് മിച്ചം കിടക്കും. ഇതൊക്കെ പശുവൊക്കെ കഴിക്കും. ഉടനെ ഇതേ എന്നുവെച്ചാൽ ആ പശു കഴിക്കുന്ന അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. നോക്കിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നും, ഈ പശുക്കൾ കഴിക്കുന്നത് ഞാൻ പിടിച്ചു വാങ്ങിച്ച് കഴിക്കും പോലെ ആയല്ലോ, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതും കഴിക്കില്ല. എന്നിട്ട് പിന്നെന്ത് ചെയ്യും, എല്ലാവരും കൈ കഴുകി ഒഴിക്കുന്ന ആ വേസ്റ്റ് എടുത്തിട്ട് അതിനെ എടുത്ത് കഴുകിയിട്ട് അത് കഴിക്കാൻ പോകും. അപ്പോൾ എന്തുമാത്രം ഒരു തപസ്സാണ് അദ്ദേഹം എടുക്കുന്നത് നോക്കി. കൃഷ്ണഭക്തിയിൽ വരണമെങ്കിൽ ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ആ ഭക്തി കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യും. അത് വാരി ഇങ്ങനെ കഴിക്കും. അപ്പോൾ ആരോ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രഘുനാഥദാസ് ഗോസ്വാമി ചെയ്യുന്നത് കണ്ടോ? അപ്പോൾ ഇത് കേട്ടത് ചൈതന്യ ഭയങ്കര സന്തോഷമായി. ഇത്രയും വിരക്തിയാണോ ഈ ചെറിയ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ചൈതന്യം ഇപ്പോൾ കാണാനായിട്ട് ഓടി വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഴുകിയിട്ട് കഴിക്കാൻ വേണ്ടി പോകും. ചൈതന്യം ഓടിപ്പോയി കൈ കയറി പിടിച്ചിട്ട് പറയും, നീ മാത്രം ഒറ്റയ്ക്ക് ഈ അമൃതം കഴിക്കുകയാണോ, എനിക്ക് തരുമെന്ന് ചൈതന്യം പ്രതിമാനിച്ചു വരും. അപ്പോൾ രഘുനാഥദാസ് ഗോസ്വാമി ഭയങ്കര വിഷമമാണ്, എന്താ ഞാൻ എത്ര വലിയ പാവം ചെയ്തു എന്ന് വിചാരിക്കും. കാരണം അദ്ദേഹം വിനയം കൊണ്ട് കഴിക്കുന്നു, മഹാപ്രഭു ഇത് വാങ്ങിച്ച് കഴിച്ചോലോ എന്ന് പറയും. അപ്പം മഹാപ്രഭു അങ്ങനെ കെട്ടിച്ചേർത്ത് പിടിച്ചിട്ട് അനുഗ്രഹിക്കും. അതുകൂടി ആ ലൈഫ് കംപ്ലീറ്റ് അദ്ദേഹം വലിയ ഒരു ഗോസ്വാമിയായിട്ട് ഇരുന്ന് തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ മുഴുവൻ സമയവും അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലം തീർത്തത്. അപ്പോൾ ഈ ചരിത്രത്തിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ എന്താ പറയുക, സമ്പത്തും കാര്യങ്ങളൊന്നും നമ്മളെ സഹായിക്കില്ല. നമുക്ക് ഭഗവാന്റെ സേവനം മാത്രമേ നമുക്ക് തിരിച്ച് സന്തോഷവും തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താനും സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വലിയ മഹാലീലയാണ് അത്
ചെറിയ രീതിയിൽ പറയാനൊരു അവസരം കിട്ടി. താങ്ക് യു. ഹരേ കൃഷ്ണ. ജയ श्री श्री नित्यानंद प्रभु की, श्री गौरंग महाप्रभु की, रघुनाथ दास गोस्वामी की, सत गोस्वामी वृंद की,